Amen.
Now
സർവേശ്വരാമേ സർവ്വതേ നാഥായ ദൈവം. ആമേൻ. കർത്താവേ മമ രാജാവേ പാടും നിൻ പുകഴ്ത്തുന്നും ഞാൻ സർവേശ്വരാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനം അങ്ങയെ പാടും ഞാൻ നാഥൻ മഹിമനിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും അനവദ്യൻ മമനാഥാവിൻ മഹിമയ്ക്കളവിൽ അറിയൂ ഞാൻ തലമുറ തലമുറയോടെന്നും തവവർണ്ണങ്ങൾ വിവരിക്കും. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സുഖത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യവനത്തോളം നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയെ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ആത്മപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കും. സർവാധിപനാം കർത്താവേ നിന്നെ ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ എന്റെ പിതാവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥാ എന്നേക്കും. ശംഖുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ദയാവാനേ, പരിപാലനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജില്ലാവും ദൈവമായ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതേ. അതുവഴി ആത്മശരീരവും ഉപകരിക്കുന്ന സ്നേഹവും ശരണവും ദൃഷ്ടിയും ഞങ്ങൾ പരമനീയതയിലും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും ഞങ്ങളെ സഹായിക്കുന്നേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സഹോദരരെ, ഫെബ്രുവരി ലേഖനത്തിലുള്ള വായന കർത്താവേ ആശീർവദിക്കണമേ. 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗീയതയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ, നമ്മുടെ ഏറ്റുപറച്ചിലിന്റെ സ്നേഹായും ശ്രേഷ്ഠ പുരോഹിതനുമായ ഈശോയെ പ്രതീക്ഷിക്കുകയും മോശ ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ
മിശിഹായാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ്. ആത്മധൈര്യവും പ്രത്യാശയുടെ അഭിമാനവും മുറുകെ പിടിക്കുകയാണെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലോരാശ്രയമെൻ മനരായി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു വചനം മാംസമായ നമ്മുടെ കൂടാരമടിച്ചു. അവന്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൽ നിന്നുള്ള ഏകജാതന്റേതുമായ മഹത്വം. യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷി നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ മുമ്പനാണ്, കാരണം എനിക്ക് മുൻപ് തന്നെ അവൻ ഉണ്ടായിരുന്നു. എന്തെന്നാൽ അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കാരണം നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ ഈശോ മിശിഹ വഴി വന്നു. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ആത്മബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വെളിപാടിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ കാലമാണ്. നമ്മുടെ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വെളിപ്പെടുത്തലുകളിലേക്ക് കാലമാണ്. പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യങ്ങൾ ഒരു ബോംബ് പോലെ പുറത്തു കൊണ്ടുവന്ന് മറ്റുള്ളവരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പെടുത്തലുകളൊന്നും കേൾക്കാത്ത സുഖമുള്ള കാര്യങ്ങളല്ല. കാരണം അവരെപ്പറ്റി നല്ലത് വെളിപ്പെടുത്തി അവരെ വളർച്ചയിലേക്ക് നയിക്കുന്ന ചരിത്രമൊന്നും നമ്മൾ കാണാറില്ല. പലപ്പോഴും മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പരമാവധി നാറ്റിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത്. ലോകചോദ്യത്തിൽ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ, മറ്റുള്ളവരെ പരിഹസിക്കുന്നതിൽ വീഴ്ച കേൾക്കാൻ പരിശ്രമിക്കുന്നവരൊക്കെ തന്നെയാണ് നമ്മൾ. എങ്ങനെയൊക്കെ ഒരാളെ പരമാവധി ഇകഴ്ത്താൻ സാധിക്കുമോ അതിനുള്ള അവസരം കിട്ടുന്നവർക്കെല്ലാം നമ്മളത് ചെയ്യാറുണ്ട്. ഞാനും നിങ്ങളൊന്നും വ്യത്യാസം ഉള്ളവരാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഒരു ഇത്തരത്തില് വെളിപ്പെടുത്തലുകളിലൂടെ മറ്റുള്ളവരെ എത്തിക്കുന്ന ഈ കാലത്ത് ഈശോ കാണിച്ചു തരുന്ന മാതൃക, അല്ലെങ്കിൽ ഈ ദർഹാകാലത്തിൽ നമ്മളെ ധ്യാനിക്കുന്ന ആ വെളിപ്പെടുത്തൽ എന്തിനെ കുറിച്ചുള്ളതാണ് ആ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് സുവിശേഷകൻ പറയുന്നത് സത്യമാണ്. ദൈവത്തെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു?
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു തോട്ടത്തിൽ ആദവും ഹവ്വയും ദൈവത്തെ കണ്ടിട്ടുള്ളവരാണ്. ദൈവത്തിന്റെ കൂടെ നടക്കാൻ, ദൈവത്തോട് മുഖാഭിമുഖം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നവരാണ്. പക്ഷെ അത് നഷ്ടപ്പെട്ടു. എങ്ങനെ? പാപത്തിലൂടെ. നമ്മുടെ തന്നെ ആ സ്വാതന്ത്ര്യം ദൈവമായിട്ട് നഷ്ടപ്പെടുത്തിയതല്ല, നമ്മൾ തന്നെ നമ്മളെ നിയന്ത്രിച്ചു. ഭയം കൊണ്ട്, പാപം കൊണ്ട് ദൈവത്തിന് മുമ്പിൽ ചെല്ലാനുള്ള ഭയം കാരണം മാറി ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മനുഷ്യൻ മാറി. പിന്നീട് ആർക്കും ദൈവത്തെ കാണാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ ജനത്തെ നയിച്ച ഏറ്റവും വലിയ നേതാവ്, അവരുടെ ഏറ്റവും വലിയ പ്രവാചക നേതാവുമായിരുന്ന മോശയാണ് അക്കാര്യത്തിൽ ഒരു ധൈര്യം കാണിക്കുന്നത്. മോശ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് നിന്റെ മഹത്വം ഒന്ന് കാണണം, എനിക്ക് നിന്റെ മുഖം ഒന്ന് ദർശിക്കണം, സാധിക്കുമോ എന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു, നീ തീർച്ചയായും എന്റെ മഹത്വം ദർശിക്കും, പക്ഷെ അത് ഭാഗികമായിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ കടന്നു പോകുമ്പോൾ നിന്റെ മുഖം മറയ്ക്കും, കടന്നു പോയി കഴിയുമ്പോൾ നീ പുറകിൽ നിന്ന് എന്റെ മഹത്വം ദർശിക്കും. മോശയ്ക്കും അത്രേ പറ്റിയുള്ളൂ. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന മോശയ്ക്കും ദൈവത്തെ കാണാനായിട്ട് സാധിച്ചത് പുറകിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ആ ദൈവത്തെ ദൈവമായിട്ട് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയത് കാണാൻ സാധിച്ചത് ഈശോയാണ്. ആ ഈശോ ദൈവം തന്നെയായിരുന്നു. ദൈവത്തിന് അറിയാം, മോശ ഒരു ഇത്രേ ചോദിച്ചു, ഇനി ആരും ചോദിക്കാനും പോകുന്നില്ല, എന്നെ കാണുന്നത് വാശി പിടിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായിട്ട് മനുഷ്യന്റെ മുഖം ദൈവത്തിലേക്ക് ഉയർത്തി. ദൈവത്തെ പിതാവെ എന്ന് വിളിക്കാൻ ഈശോ വഴി നമ്മൾ പഠിപ്പിച്ചു. ഈശോയാണ് പിതാവിനെ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തലിനാണ് നമ്മളെയൊക്കെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ, ദൈവത്തിന്റെ മുഖം ദർശിക്കാൻ നമുക്ക് അവസരം എടുക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ആ വെളിപ്പെടുത്തൽ നടത്തിയത്. അല്ലാതെ നമ്മളെ ആരെയും ഇടിച്ചു നടത്താനോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ മറ്റുള്ളവരെ വിധിക്കാനോ ഉള്ള വെളിപ്പെടുത്തലല്ല, മറ്റുള്ളവരെ നന്മയിലേക്ക് ദൈവത്തിലേക്ക് വലിച്ചടുപ്പിക്കാനുള്ള വെളിപ്പെടുത്തലാണ് ഈശോ നടത്തിയത്. പാപിനിയായ സ്ത്രീയുടെ കഥ നമ്മൾ കാണുന്നത്. ഈശോയുടെ അടുത്ത് പാപിനിയായ സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകൾ മോഷണം നടത്തിയെന്നോ കള്ളത്തിൽ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടല്ല അവർ കൊണ്ടുവന്നത്. വ്യഭിചാരം നടത്തിയെന്ന് പറഞ്ഞ് ഈശോയുടെ അടുത്ത് കൊണ്ടുവന്ന് അവരുടെ നേരെ വിരൽ ചോദ്യം നിൽക്കുന്ന ഒരുപാട് ആളുകൾ, 10ഓ 100ഓ എത്രയോ ആയിക്കോട്ടെ, അവരെല്ലാവരും ഈശോയുടെ അടുത്ത് കൊണ്ടുവന്ന് അവളെ കല്ലെറിഞ്ഞ് കൊണ്ടുവന്ന് പറഞ്ഞപ്പോ ഈശോ അവളെ കുറ്റപ്പെടുത്തുന്നതൊന്നും കാണുന്നില്ല, അവളെ ന്യായീകരിക്കുന്നതും കാണുന്നില്ല. ഈശോ പറഞ്ഞൊരു കാര്യമുള്ളൂ, നിങ്ങൾ പാപമില്ലാത്തവർ കല്ലെറിയുക. ആ പാപം ഈശോ പറഞ്ഞ പാപം എന്താണെന്ന് നമുക്കറിയാം. വ്യഭിചാരത്തിൽ അവൾ പിടിക്കപ്പെട്ടെങ്കിൽ അവൾ ഒറ്റയ്ക്കല്ല വ്യഭിചാരം ചെയ്തത്. ആരെങ്കിലും ഒറ്റയ്ക്ക് വ്യഭിചാരം ചെയ്ത് പിടിക്കപ്പെടുമോ? ഇല്ല. ഈ കൊണ്ടുവന്ന ആളുകളുടെ മുഖത്ത് നോക്കി ഈശോ പറഞ്ഞു, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീയെ പാപമില്ലാത്തവരിൽ പാപമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്ലെറിയട്ടെ. ഓരോരുത്തരോരോരുത്തരായിട്ട് വിട്ടുപോയി. ഈശോയും ആ സ്ത്രീയും മാത്രമായി. അവിടെ നോക്കി ഈശോയെ പറഞ്ഞു, ഞാനും ഇതിനെ വിധിക്കുന്നില്ല. പക്ഷെ അവരുടെ മനസ്സിൽ അതിനോട് തന്നെ ഒരു വിധി നടന്നു കഴിഞ്ഞു. ഇനി പാപം ചെയ്യുകയില്ല എന്നുള്ള വിധി അവർ സ്വീകരിച്ചു. അവരുടെ ഹൃദയം അനുതാപത്താൽ പറഞ്ഞു. അതാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പോലെ ചെയ്യാനായിട്ടുള്ളത്. മറ്റുള്ളവരെ കുറ്റം വിധിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഉയർത്തുമ്പോൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. പാവമില്ലാത്തവരായിട്ട് നമ്മൾ ആരെങ്കിലും പോകുന്നത്. പലപ്പോഴും എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെ നമ്മൾ വിധിക്കാനായിട്ട് ചുവടുകൾ ഉയർത്തുന്നത് നമ്മുടെ നേരെ ഈ വിരലുകൾ ഉയരുന്നു എന്ന് കാണുമ്പോൾ മനസ്സിലാക്കുമ്പോഴാണ്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ, നമ്മുടെ കുറവുകളെ, നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ പാപങ്ങളെ മറച്ചു പിടിക്കുന്ന ഒരു മറയായിട്ടാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് നേരെ കുറ്റങ്ങൾ ആരോപിക്കുന്നത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്. ശരിയല്ലേ? പലപ്പോഴും അങ്ങനെയല്ല. അത് ആ ഒരു മറയിൽ നിന്നുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള പരിശ്രമമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിന് മുമ്പ് നമ്മളെ തന്നെ പരിശോധിക്കുക. നമ്മുടെ ഉള്ളിലെ പാപങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കുറവുകൾ, ബലഹീനതകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മോചനം നേടാനായിട്ടായിരിക്കും ആദ്യം പരിശോധിക്കാൻ, മറ്റുള്ളവരെ വിധിക്കാനാണ്. അതുകൊണ്ട് പറയുന്നത്, മറ്റൊരാളെ കുറ്റം ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിർത്തി, പൊതുജനങ്ങളുടെ മധ്യത്തിൽ നിർത്തി, സമൂഹത്തിൽ നിർത്തിയിട്ടല്ല വിധിക്കുന്നത്. നീയും അയാളെ മാത്രമാകുമ്പോൾ പോയിട്ട് തിരുത്തി കൊടുക്കാനായിട്ട് പരിശ്രമിക്കുക. എന്നിട്ട് സാധിക്കുന്നില്ലെങ്കിൽ മധ്യസ്ഥന്മാരുടെ പേര് പരിശ്രമിക്കുക. എന്നിട്ടും സാധിക്കുന്നില്ലെങ്കിൽ മാത്രമേ അയാളെ സഭയുടെ മധ്യത്തിൽ, പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് കുറ്റവിധിക്കാനായിട്ട് പാടുള്ളൂ. സംവിധാനങ്ങൾക്കും നിയമപരമായ സംവിധാനങ്ങൾക്കും മറ്റുള്ളവരെ തെറ്റുകളെ കുറവുകളെ വിട്ടുകൊടുക്കാം. പക്ഷേ മറ്റുള്ളവരെ കുറ്റം വിധിക്കാനായിട്ട് വിരലുകൾ ഉയർത്തുമ്പോൾ നമ്മുടെ തന്നെ യോഗ്യതകൾ ആദ്യം പരിശോധിക്കുക. വെളിപ്പെടുത്തൽ എപ്പോഴും മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നതായിട്ട് മാറണം. അതിനൊരു കാരണമുണ്ട്. മോശ അതുവരെ ഇസ്രായേലിനെ മാറ്റുന്നത് ദൈവത്തിന്റെ ദാസന്മാരാണ്, ദൈവത്തിന്റെ ഭൃത്യന്മാരാണ് നമ്മളെന്ന് ദൈവം ജനം കരുതിയിരുന്നു. ഈശോ ആ കാഴ്ചപ്പാട് മാറ്റി. അതുകൊണ്ടാണ് എബ്രായർക്ക് ലേഖനത്തിൽ പറയുന്നത്, മോശ ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തനായ ഒരു ഭൃത്യനെ പോലെ വരുന്നു. മിശിഹായാവട്ടെ
ഭവനത്തിൽ സ്വന്തം പുത്രനെ പോലെയായിരുന്നു. പുത്രനായിരുന്നത് മാത്രമല്ല, നമ്മളെല്ലാവരെയും ആ പുത്ര സ്ഥാനത്തേക്ക് വിളിക്കുകയും അതിൽ അന്തരാക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മളും ഈശോയുടെ കാഴ്ചപ്പാടാണ്. മറ്റുള്ളവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കുറവുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ആ ഒരു സന്നദ്ധത, ആ ഒരു വലിയ മനോഭാവം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. അതാണ് നമുക്ക് വേണ്ടത്. അവരെ കുറ്റം വിധിച്ച് അവരെ പരമാവധി താഴ്ത്തി അവരെ വ്യക്തിയോട് ചേർത്ത് ഒപ്പിക്കുന്ന ആ ഒരു നിലപാടുകളിൽ നിന്ന് മാറ്റം വരുമ്പോഴാണ് നമ്മളും ഈശോയുടെ ശിഷ്യന്മാരാകുന്നത്, ഈശോയുടെ പിൻഗാമികളാകുന്നത്. അതിനുവേണ്ടി അല്ലാതെ ഒരുപക്ഷെ വലിയ പണികളുള്ളതെന്നോട് പറയാം, എന്റെ പാട്ട് ശരിയാകുന്ന മൈക്കിന്റെ ഉത്തരവാദിത്വം പറയാം അല്ലെ, ജയനച്ചപ്പോൾ പാടാൻ സാധിക്കാത്ത മൈക്കിന്റെ ഉത്തരവാദിത്വം അല്ല, എന്റെ കുറവാണ്. ഇനി അതല്ലെങ്കിൽ സനീഷ ചിലപ്പോൾ പ്രസംഗം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അത് മൈക്കിന്റെ ഉത്തരവാദിത്വം, എന്റെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുടെ മേത്ത് നമ്മുടെ കുറവുകളെ ചാരി വെച്ച് രക്ഷപ്പെടാൻ നോക്കുന്നതിന് പകരം നമ്മുടെ കുറവുകളിലേക്ക് നമ്മൾ വെച്ചുകൊണ്ട് നമ്മുടെ കുറവുകളെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ, തിരുത്താൻ സാധിക്കുമെങ്കിൽ അതിന് പരിശ്രമിക്കുക, തയ്യാറാവുക. മൈക്കിന്റെ കാര്യങ്ങളൊക്കെ ആവശ്യമായി മൈക്കിന്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മുടെ കുറവുകളെ തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം. അതിനുള്ള ഒരു അവസരമാകട്ടെ ഈ നിലനിൽക്കാലം. എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സ്വാഗതത്തോടും ഭക്തിയോടും കടന്ന് കർത്താവേ ഞങ്ങളുടെ കനിവാണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവ് ദൈവമായി ദൈവമായ സഭയെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായി ഞങ്ങളെ അനുഗ്രഹിക്കും ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൂട്ടായ്മയും മാതൃകയാക്കി യഥാർത്ഥമായ നയിക്കുവാൻ സ്വഭാവങ്ങളെ അനുഗ്രഹിക്കും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ നിലയിലൂടെ വിശ്വാസത്തിലുള്ളതാനും സൽപ്രവൃത്തികളെയും മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കും ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്റെ ശാന്തിയെ സമാധാനം ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ലോകത്തിന്റെ പ്രകാശമായ ശിഹായി നിന്റെ മാമോദീസ വഴി സത്യമാർഗ്ഗത്തെ ഞങ്ങൾ വെളിപ്പെടുത്തുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ മാമോദീസയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കാൻ നിന്റെ സജീവ സാക്ഷ്യം വരിക്കാൻ ഞങ്ങളെ ശക്തരാക്കുകയും സകലത്തിന്റെയും നാഥായ ദൈവം മാമോദീസ സ്വീകരിക്കുകയും ജീവനെ താമസത്തിലാകുകയും ചെയ്തവൻ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ നിയമത്തിന്റെയും നീതിമാനായ യോസേഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ും
ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ധാരണ വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മനുഷ്യരെല്ലാവരും നിന്നെ ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ നമ്മുടെ പിതാക്കന്മാരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹവിശ്വാസികളുമായ എല്ലാ ഭക്തർക്കാരെയും സത്യവിശ്വാസത്തോടെ ലഭിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ വലിയ നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗ്ഗരാജ്യത്തിന്റെ ജീവനും കാലമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കൃപയാൽ വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും മനതാപത്തോടും ശക്തിയോടുകൂടെ കർത്താവിനെ സ്തുതി പറയുകയും അവിടെ ദൈവത്തെ വീക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടുമെന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസീനം ചെയ്യപ്പെടുന്നു. പുരോഹിതനെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുമെന്ന് കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ കൃതിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾക്ക് നീതിയിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും കൃപാവൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിൽ
സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, അങ്ങയുടെ മഹത്വമേത്രിത്വത്തിന്റെ ആദ്യമായ നാമം എല്ലാ തലങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്നോട്ടെന്നാണ് ലോകത്തെയും അതിലുള്ള സകലത്തെയും നിലവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവയ്ക്ക് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതമായി നീ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമേന്മാരും സ്വർഗീയ സൈന്യങ്ങളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരുമായ ക്രോയന്മാരുടെ സാപ്പന്മാരും ചേർന്ന് ആദിനായ നീക്കമാർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അരവരം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ മകനിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ശുദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്ത നിങ്ങളുടെ നാമത്തിൽ ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്തു. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്തതിനും അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധോദിച്ചുപോയ ഞങ്ങളെ സംഹരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ ഞങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു.
സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനത്തോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും ധർമ്മവുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും ധർമ്മവുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അധികൃതനായ മാപ്പിയ പ്രതിഷ്ഠാനത്തിനും പുരോഹിതന്മാർ വിശ്വാസന്മാർ സമർപ്പിതർ അമായ പ്രേക്ഷിതർ ഭരണകർത്താക്കളും വിശുദ്ധ സമൂഹത്തിന് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മക്കളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയെ പ്രീതിജനകമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ കടന്നു പോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ വിശുദ്ധമായ അഭിഷേകത്തിന്റെ ശരീരത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ അങ്ങയുടെ ദൈവത്തിനായി ഈശോമിശിഹായെ അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ ദൈവവുമായ വിശുദ്ധാവെന്നും ജീവദായകമായ സുവിശേഷം വരെ വിശുദ്ധമാമോദീസായുടെ സജീവവും ജീവദായകവുമായ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിന്റെയും മഹനീയവും ഭയഭക്തിജനവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ യാത്രപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയോട് താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ വൃത്തിയും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയും നിന്റെ പ്രീതിപ്പെടുത്തിയ സ്വർഗരാജ്യത്തെയും നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂലത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടെ പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയോട് ദൈവം നടന്നേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഈശോമിശിഹായ നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയത് ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാപാമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. ദിവ്യ രഹസ്യമേ
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകമൂലമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാത്മാക്കളോടെ സമീപിക്കാം. അനുതാപവും നിർവാഹനത്തോടെ അപരാധങ്ങളും തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഇന്നലെകളെല്ലാം ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശബ്ദത്തെയും ദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്ക് കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോട് അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയവും പ്രസന്നവദനും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ശക്തനായ സർവ്വേശ്വരായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപമോചനം നൽകുന്ന ദൈവകൃപയുടെ ദാനങ്ങളെ സഹോദരരെ സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെടുവിൻ. ദിവ്യകാരുണ്യമേ, ദിവ്യജ്ഞാനന്ദമേ, ദിവ്യകൂദാശ്രയ എന്നിവരിലൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായ എന്നെ നിന്റെ നന്മാറ്റൂ.
ദിവ്യകാരുണ്യമേ കൃത്യജ്ഞാനങ്ങളേ ദിവ്യകൂദാശയ എന്നിലറിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂമിയിൽ സ്നേഹക്കുളിരായി നിറയൂ എന്റെ വൃത്തിൽ നിത്യം ആരാധന സ്തുതിനാഥ നിത്യം ആരാധന സ്തുതിനാഥ സ്നേഹം പൂരമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആകാരയർപ്പിക്കാം സ്നേഹം പൂരമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആകാരയർപ്പിക്കാം ദിവ്യ സൗഭാഗ്യം അങ്ങനെ സ്വന്തം ദിവ്യ സൗഭാഗ്യം അങ്ങനെ സ്വന്തം ആത്മാവുടന്നു നിൻ സ്തുതി മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂമിയിൽ സ്നേഹം കുളിരായി നിറയൂ എന്റെ വൃത്തിൽ നിത്യം ആരാധന സ്തുതിനാഥ നിത്യം ആരാധന സ്തുതിനാഥ പറഞ്ഞതുപോലെ നമ്മുടെ കൂടെയുള്ള സ്വാമിയുടെ ജീവിത പങ്കാളി സമാനമായിട്ട് വിധിപ്പെട്ടു കുറച്ച് ആളുകളായിട്ട് സ്വന്തമാകുന്നതായിരുന്നു ചെയ്യാനായിരുന്നു ദിവസങ്ങളിൽ പോകാൻ സാധിച്ചില്ല. തീർച്ചയായിട്ടും അപ്പോൾ കൂടിയിരിക്കുമ്പോൾ അവരെക്കാൾ കൂടുതൽ ദുഃഖം വേദനയും ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും മനസ്സിൽ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്വർഗത്തിലിരുന്ന് എല്ലാവരും കൂടെ ആയിരിക്കുന്നുണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വേദനയിൽ സഹോദരനും സഹോദരിമാരും എല്ലാവരും കുടുംബത്തിന് വേണ്ടി ഒപ്പം വേണ്ടിയായിട്ട് പ്പെട്ട സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ അനുശോചനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ജൂബിലി വർഷം പ്രമാണിച്ച് തീർത്ഥാടനത്തിന്റെ കാര്യം അറിയിച്ചിരുന്നു. അപ്പം ചോദ്യം നമുക്ക് മാർച്ച് 2 ശനിയാഴ്ച നടത്തുന്നതാണ് ഉചിതം വേണ്ടിയായി ചക്രവർത്തി സമയമാണ് പോകാനായിട്ട് സൗകര്യമുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാർച്ച് 2 ശനിയാഴ്ച നമുക്കതനുസരിച്ച് ക്രമപ്പെടുത്താനായിട്ട് സാധിക്കും. സൗകര്യമുള്ള കഴിഞ്ഞ ഞായറാഴ്ചയും പുതുവർഷത്തിന്റെ ദിവസമായിട്ട് നമുക്കില്ലായിരുന്നു. പുതിയ മയക്കം മേടിച്ചു. കഴിഞ്ഞ ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ പത്രത്തിന് കുറച്ച് പേർക്ക് പൈസ മേടിച്ചതാണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും കൊണ്ട് എനിക്കറിയാം. കാരണം നമ്മുടെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. ഈ ആളെ പഠിക്കുന്നുണ്ട്. ഞാനെല്ലാം അച്ഛന്മാരെ കാരണം പൈസ അതുകൊണ്ട് അച്ഛന്മാരെ പഠിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തുക പൈസയായിട്ടുണ്ടല്ലോ. നല്ല ക്വാളിറ്റിയുള്ള ഭയങ്കര എടുത്തിരിക്കുന്നത്. ഞാനും ജോസഫിനും അതുപോലെ തന്നെ നമ്മുടെ സാക്ഷും കൂടി ഭയങ്കര വലിയാണ്. നഷ്ടങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചിരുന്നു.
പരിശുദ്ധാത്മാവിലേക്ക് ഭാവത്താൽ സത്യവും പരിശുദ്ധവും ജ്ഞാനവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ നാഥമായ ദൈവത്തിന് സ്തുതിയും അതിന്റെയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരായി ഞങ്ങളെ ദൈവിക ജീവനിൽ വളർത്തി നിത്യജീവിതത്തിലേക്ക് അനയിക്കുന്നതിന്റെ അന്ധകാരത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. രക്ഷകനായ യേശുവായ ലോകത്തിലേക്ക് അയക്കുകയും യോർദാനിൽ പരിശുദ്ധ ദൈവത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്ത പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തന്റെ ശരീരരക്തങ്ങളാൽ പാപങ്ങൾ ക്ഷമിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നമ്മെ അവകാശികളാക്കി ശോഭിഷ്കാരനെ അനുഗ്രഹിക്കട്ടെ. ദൈവസ്ഥാനത്തെയും ഉയർത്തുകയും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിന്റെ ക്രിസ്തുവിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിധത്തിലും നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ കർത്താവേ, ഞാൻ പ്രകീർത്തിക്കും. അങ്ങയുടെ അന്തിമവിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവർക്ക് വലം ഭാഗേ. Yeah.
ക്രിസ്തുവായ സർവേശ്വരനേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിതനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസത്തോടെ ദാസം ചെയ്യും ബലിയൻ നാഥാ തിരുസന്നിധിയിൽ. പൂർവന്മാരാം ലോകപരാപം ഇസഹാക്യാക്കോബ് മഹിതാശ്രയകൻ പരിപാവനമാം ബലികൾ പോലെ. ഒരുവത്സരാം ശ്രീവരമൊരുപോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരുനാമാം ബലിപോൽ നാഥാ. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ നിന്റെ നാമത്തിന് സ്തുതി. കർത്താവേ, രാത്രിയിൽ ഞാൻ വിളിക്കുന്നു. നിന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. നിന്നോട് നാം പാപമോചനം നിലവക്കൽ നിന്നാകുന്നുവല്ലോ. നിന്റെ പ്രതീക്ഷ നിന്റെ വാഗ്ദാനമാകുന്നു. പോലെ ഇസ്രായേലിന്റെ ഭാവനയെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയുള്ളവന്റെ പകലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. ജായൂസിന്റെ പുത്രിയോട് ഒരുമിച്ചയായ ആശിഷ്ഠിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ദാസരെയും നീ ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയി നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മടവറയിലേക്ക് നയിക്കാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോടെ ആകുമ്പോൾ കണ്ണിലും കേട്ടില്ലാത്തതും കാതും കേട്ടിട്ടില്ലാത്തതും മനുഷ്യരുടെയും ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാക്കളെ